ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഭാവന മഞ്ജു വാര്യരെ കുറിച്ച് ആ സത്യം തുറന്നു പറയുകയാണ് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആരാണ് എന്ന ചോദ്യത്തിന് ഭാവന നൽകിയത് ന്യൂസ് 18 കേരള എന്ന് പറഞ്ഞ ചാനലിലെ ഭാവന നൽകിയ മറുപടി എന്താന്ന് വെച്ചാൽ, മഞ്ജു ചേച്ചിയെ നമ്മളെല്ലാവരും അങ്ങനെ വിളിക്കുന്നുണ്ട്, ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നുണ്ട്, നല്ലതന്നെ. പക്ഷേ അതിന് അനുയോജ്യമാണോ മഞ്ജു ചേച്ചി എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഉർവശിയാണ് ശരിക്കും ലേഡി സൂപ്പർ സ്റ്റാർ. ശരിയാണ്, എൻ്റെയും അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയാണ്. ഉർവശിയുടെ ഓരോ ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ എല്ലാം കൊണ്ടും നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ കേരളത്തിൽ ഉർവശി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാവന പറയുന്നത് എന്താ വെച്ചാൽ, ഉർവശി ചേച്ചിയുടെ ഓരോ ക്യാരക്ടേഴ്സും നോക്കിയിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതൊന്നും നമുക്കൊരാൾക്ക് ചെയ്യാൻ പോലും സാധിക്കില്ല. നോക്കിയിരുന്ന് അയവറക്കാൻ പറ്റും. എനിക്ക് ഒരു സിനിമയിൽ ഉർവശി ചേച്ചിയോടൊപ്പം അഭിനയിക്കാൻ ഒരു വിളി ഇപ്പം അടുത്ത കാലത്ത് വന്നിരുന്നു. വന്നപ്പോൾ ഞാൻ ഒന്നും ആലോചിക്കാതെ യെസ് എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ, ഉർവശി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ചേച്ചിയുടെ ഒരു സിനിമയാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കഥയോ ഒന്നും എനിക്ക് കേൾക്കണ്ട. കാരണം എനിക്ക് ചേച്ചിയുടെ ഒപ്പം അഭിനയിച്ചാൽ മാത്രം മതി. അത്രയും നല്ല ക്യാരക്ടേഴ്സ് സമ്മാനം അടിയുന്ന ആളാണ്. അതുകൊണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊരു പദവി ഉർവശിക്ക് മാത്രമേ ചേരുകയുള്ളൂ, വേറൊരാൾക്കും ചേരുകയില്ല. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ തലത്തിലുമുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ അഭിനയിക്കണം. നമ്മുടെ ഒരു തലവട്ടം കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ സിനിമ ഹിറ്റാവണം. അത് അങ്ങനെയൊക്കെ വെക്കുമ്പോഴാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഭാവനയെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നോ, ഒരിക്കലും പറ്റില്ല. കാരണം എൻ്റെ തലവട്ടം കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ ഹിറ്റാവുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല, ഞാൻ എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും അഭിനയിച്ചിട്ടില്ല. പിന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ ഒരുപാട് പൈസ എത്തിക്കണം. കാരണം അവരുടെ ആ സിനിമ ആ പ്രൊഡ്യൂസേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസേഴ്സിന് തിരിച്ച് ലാഭം നന്നായി കൊയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറ്റുകയുള്ളൂ. പിന്നെ ഏതൊരു ക്യാരക്ടർ എടുത്താലും അത് ഈ സ്റ്റാർ അഭിനയിച്ച ക്യാരക്ടേഴ്സ് ആയിരിക്കണം. അങ്ങനെ നമുക്കെല്ലാം കൊണ്ടും ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും, ഇപ്പോൾ വളരെ മെലഡി ആയിട്ട് അഭിനയിക്കുകയാണെങ്കിൽ, അതുപോലെ വളരെ സന്തോഷ കോമഡി കഥാപാത്രമാണെങ്കിലും എല്ലാ കഥാപാത്രങ്ങളും ചെയ്തൊരു വ്യക്തിയായിരിക്കണം. അതൊക്കെ വെറുതെ ചെയ്യണതല്ല, അത് യോജിക്കണം. ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നയാൾ യോജിക്കും എന്ന് ആ ഇവരെ പ്രൊഡ്യൂസേഴ്സിനോ അല്ലെങ്കിൽ സംവിധായകനോ മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ അവിടെയാണ് വിജയം ഇരിക്കുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നു. പക്ഷേ എനിക്ക് ആളുകളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആളുകൾ എന്നോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ട്, എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. അത് എനിക്ക് മറക്കാനോ അവരുടെ ഈ സ്നേഹത്തെ എനിക്ക് ചെറുതായി കാണാനോ ഒന്നും സാധിക്കില്ല. കാരണം ഞാൻ വളരെ തളർന്നിരിക്കുന്ന സമയത്തും ആളുകൾ എന്നെ പിന്തുണച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അധികം ആത്മവിശ്വാസം എന്നെ വളർത്തിയത്, സിനിമാ നടി എന്ന നിലയിൽ എന്നെ വളർത്തിയത് 2022-ലാണ്. കാരണം അന്ന് 2022 IFFKയുടെ ഒരു സമാപന വേദിയിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരും അറിഞ്ഞിട്ടില്ല. ആരും അറിയാത്തൊരു സർപ്രൈസ് ആയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ റൂമും അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ സീക്രട്ട് മിഷൻ്റെ പോലെയാണ് ഒക്കെ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചു, പോണോ 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 എന്ന്. അങ്ങനെ ഞാൻ എല്ലാവരും പറഞ്ഞു നീ പോകേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഞാനാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. എന്നിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ വിളിച്ചു. രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ എന്നെ വിളിച്ചു. സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ശരിക്കും വിറച്ചുകൊണ്ടാണ് കയറിയത്. എന്നുവെച്ചാൽ കുറേ കാലങ്ങളായിട്ട് ഞാനൊന്നും അറ്റൻഡ് ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ഓഡിയൻസ് ഒന്ന് കയറിയപ്പോൾ തന്നെ ഉള്ള അവരുടെ ആ വിളി, എന്നെ അത്രയും സ്നേഹിച്ചുള്ള അവരുടെ വിളി കണ്ടപ്പോൾ, ആ പിന്തുണ കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് വന്നു എന്നാണ് പറയുന്നത്. അതുവരെ ഞാൻ ഷെല്ലിനുള്ളിൽ അടയ്ക്കപ്പെട്ട ഒരു സ്ത്രീയായിട്ട് നിൽക്കുകയായിരുന്നു. അതിൽ നിന്നും പുറത്തു വന്നു ഞാൻ. അപ്പോഴാണ് എനിക്ക് ആത്മവിശ്വാസം കൂടിയത്. ജനങ്ങൾ ആർത്ത് വിളിച്ചു എന്നെ കണ്ടപ്പോൾ. കൂടെയുണ്ട് എന്നുള്ള ലെവലിലായിരുന്നു അവരൊക്കെ പറയുന്നുണ്ടായിരുന്നത്. അന്ന് രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു. ജനങ്ങളൊക്കെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അമ്മയും നവീനെയും ഞാൻ മാറി മാറി വിളിച്ചുകൊണ്ടാണ് കരഞ്ഞിരുന്നത് എന്ന് പറയുന്നു കേട്ടോ. പിന്നെ നവീനെ കുറിച്ച് പറയുന്നുണ്ട്, ഭർത്താവിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് ഭാവനയ്ക്കുള്ളത്. കാരണം എന്താ വെച്ചാൽ, എനിക്ക് ഒരുപാട് സ്പേസ് തരാറുണ്ട് എന്ന് പറയും. ഞാൻ ഡള്ളായിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെതായ സ്പേസ് തരാറുണ്ട്. അപ്പോൾ ധൃതി പിടിക്കേണ്ട ഒന്നിനും, അതൊക്കെ കാലാകാലങ്ങളിൽ വന്നു ചേർന്നിരിക്കുമെന്ന് എന്നെ എപ്പോഴും മനസ്സിലാക്കി തരുന്നത് എൻ്റെ ഭർത്താവായിട്ടുള്ള നവീൻ തന്നെയാണെന്ന് ഭാവന പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.